അതേസമയം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ചില വികസന അട്ടിമറി ശ്രമങ്ങൾ അവസാന കാലത്ത് കഴിഞ്ഞ മുനിസിപ്പൽ ഭരണസഭയുടെ ഭാഗത്തുണ്ടായിരുന്നു. എതിരാളികളെ കുറിച്ച് എന്താണ് പറയുക? ഇവിടെ ആര് തമ്മിലാണ് മത്സരം എന്ന് പറയുന്നത്? ചിലവർ പറയുന്നത് BJP UDF തമ്മിലാണ്. അദ്ദേഹം എല്ലാ കാലത്തും ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയവും അതുപോലെ വ്യക്തിഹത്യവും ഒക്കെ ആണല്ലോ അദ്ദേഹത്തിന്റെ ശൈലി. എല്ലാ മതവിഭാഗവും സ്നേഹത്തോടെ കഴിയുന്ന നാടല്ലേ ഈരാറ്റുപേട്ട. ഈരാറ്റുപേട്ട ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും വലിയ വികസനം കണ്ട നാളുകളാണ് ഈ കഴിഞ്ഞ 5 വർഷം. ഇതിനോട് യാഥാർത്ഥ്യമാക്കിയത് മാത്രം 100 കോടി രൂപയ്ക്ക് മുകളിൽ വികസനം. നമസ്കാരം. ന്യൂസ് അറൗണ്ട് മലയാളത്തോടൊപ്പം ചേരുന്നത് പൂഞ്ഞാറിലെ LDF സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലാണ്. അദ്ദേഹമാണ് ഇവിടുത്തെ നിലവിലെ സിറ്റിംഗ് MLA. ആദ്യം തന്നെ ഈസ്റ്റർ ആശംസകൾ. ഈസ്റ്റർ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിനമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തീർച്ചയായും വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് LDF-നുണ്ടാവും. ഇപ്പോ പൂഞ്ഞാറ് LDF-ന്റെ സിറ്റിംഗ് സീറ്റാണല്ലോ, തുടരും. ഈസ്റ്ററിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നു. അതൊരു സന്തോഷത്തിന്റെയും നന്മയുടെയും ആഘോഷമാണ്. അതിന്റെ ആശംസകൾ ഏവർക്കും നേരുന്നു. പൂഞ്ഞാറിൽ LDF-ന്റെ സിറ്റിംഗ് സീറ്റാണ്, അത് അതേപടി തുടരും. അതുപോലെ തന്നെ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കുറച്ച് പതിവിൽ നിന്ന് നേരത്തെയാണ് എത്തിയിട്ടുള്ളത്. പ്രചരണത്തിനൊക്കെ കുറഞ്ഞ സമയമാണ് കിട്ടുന്നത്. എങ്ങനെയാണ്? നേരത്തെ എന്ന് പറയാൻ കഴിയില്ല, പക്ഷെ സമയം മുൻകാലങ്ങളെ അപേക്ഷിച്ച് പ്രചാരണത്തിന് കുറവാണ്. അതുകൊണ്ട് കൂടുതൽ ഓട്ടപ്രദർശനം നടത്തി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വോട്ടർമാരെ നേരിൽ കാണേണ്ട ഒരു കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. എന്താണ് പൂഞ്ഞാറിലെ കഴിഞ്ഞ കാലങ്ങളിലുള്ള വികസനങ്ങളെയാണ് എന്തൊക്കെയാണ് ഉയർത്തിക്കാട്ടുന്നത്? പൂഞ്ഞാറില് വികസന രംഗത്ത് വലിയ ഒരു മാറ്റം, ഗുണപരമായ മാറ്റം, അഭിലഷണീയമായ മാറ്റം പൂഞ്ഞാറിൽ സംഭവിച്ചു. പൂഞ്ഞാറിന് വികസന മുരടിപ്പിന്റെ ഒരു കഥ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, ഒരു സിവിൽ സ്റ്റേഷനില്ല, നല്ല സ്കൂൾ കെട്ടിടങ്ങളില്ല, നല്ല ആശുപത്രികളില്ല, ആകെ അവഗണനയുടെ കഥ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പൂഞ്ഞാറിൽ വികസന രംഗത്തൊരു മാറ്റം വന്നത് കഴിഞ്ഞ 5 വർഷം കൊണ്ടാണ്. റോഡുകൾ, PWD റോഡുകൾ, ഒരു 98% റോഡുകളും, അതിന് 140 PWD റോഡുണ്ട്. അതിൽ 2-3 റോഡ് ഒഴികെ 98% റോഡുകളും നല്ല നിലയിൽ റീടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കി. ഈ 5 വർഷത്തിനിടയിൽ 15 റോഡുകളാണ് പുതുതായി BMBCയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടത്. അതുപോലെ തന്നെ 12 പുതിയ പാലങ്ങൾ ഈ 5 വർഷത്തിനിടയിൽ പുതുതായി നിർമ്മിച്ചിട്ടുണ്ട്. ഏതാണ്ട് 10ഓളം ആശുപത്രി കെട്ടിടങ്ങൾ ഈ 5 വർഷത്തിനിടയിൽ നിർമ്മിച്ചിട്ടുണ്ട്. 6 വില്ലേജ് ഓഫീസുകൾ, അതുപോലെ തന്നെ നവീകരിച്ചതും പുതുതായി ഉണ്ടാക്കിയതും ഒക്കെ ഉൾപ്പെടെ 5 സ്റ്റേഡിയങ്ങൾ യാഥാർത്ഥ്യമായി. പിന്നെ മുണ്ടക്കയത്ത് സബ് ട്രഷറി, ഈരാറ്റുപേട്ട കോടതി, കോടതി കെട്ടിടം, മുണ്ടക്കയത്ത് തിലകൻ സ്മാരക സാംസ്കാരിക നിലയം, അതുപോലെ തന്നെ മുണ്ടക്കയം പോലീസ് സ്റ്റേഷൻ്റെ കെട്ടിട നിർമ്മാണം നടക്കുന്നു. ഏതാണ്ട് 30-ലധികം സർക്കാർ മന്ദിരങ്ങൾ മാത്രം ഈ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആ നിലയിൽ വികസന രംഗത്ത് മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധമുള്ള മുന്നേറ്റവും മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ മികച്ച മുന്നേറ്റവും കൈവരിക്കാൻ കഴിഞ്ഞു. അതിനകത്ത് എനിക്ക് അഭിമാനത്തോടെ സൂചിപ്പിക്കാൻ കഴിയുന്നൊരു കാര്യം, ഈ നിയോജക മണ്ഡലത്തിലെ ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും ഗവൺമെൻറ് തലത്തിലോ അല്ലെ MLA ഫണ്ടോ ഉപയോഗിച്ചുള്ള വികസന പ്രവർത്തനം എത്താത്ത ഒരു വാർഡ് ഇല്ല. നിലവിലെ UDF ആരോപിക്കുന്നത് ഇവിടെ വികസന മുരടിപ്പുണ്ട് ഈരാറ്റുപേട്ടയിൽ അടക്കമെന്ന് പറയുന്നത്. അവരുടെ കേവലം രാഷ്ട്രീയ പ്രേരിതമായ ഒരു ആരോപണം എന്നുള്ളതല്ലാതെ അതിനൊരു വിലയില്ല. ജനങ്ങളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ അക്ക വിട്ട് വികസന പ്രവർത്തനങ്ങൾ സപ്ലിമെൻ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, മാഗസിൻ അച്ചടിച്ചിറക്കിയിട്ടുണ്ട്, പാതയോരങ്ങളിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. ആർക്കും പരിശോധിക്കാവുന്ന കാര്യം. 2021 പൂഞ്ഞാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റം ഉണ്ടായില്ല. കാലങ്ങൾക്ക് ശേഷം ഇവിടെ കേരള കോൺഗ്രസ് ജയിക്കുന്നു, ഇടതുപക്ഷ മുന്നണിയുടെ ഒരു പ്രതിനിധി ഇവിടുന്ന് ജയിച്ച് നിയമസഭയിലോട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ 14,000-ലധികം വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിലാണ് താങ്കൾ ഇവിടുന്ന് ജയിച്ചത്. ഇത്തവണ അതിലേറെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. എന്താണ്? തീർച്ചയായിട്ടും അതിലേറെ ഭൂരിപക്ഷത്തോടെ വിജയിക്കും. എതിരാളികളെ കുറിച്ച് എന്താണ് പറയുക? സ്ഥാനാർത്ഥികളെ ഇവിടെ ആര് തമ്മിലാണ് മത്സരം എന്ന് പറയുന്നത്? ചിലവർ പറയുന്നു BJP UDF തമ്മിലാണ്, ചിലർ പറയുന്നു LDF ത്രികോണ മത്സരം ഉണ്ടെന്ന് പറയുന്നു. ആര് തമ്മിലാണ് ഇവിടെ? ഏതായാലും 2ാം സ്ഥാനം ആർക്കാണെന്ന് അവർ തമ്മിൽ തീരുമാനിക്കട്ടെ. 1ാം സ്ഥാനം LDF-നാണ് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. എതിർ സ്ഥാനാർത്ഥിയായി PC ജോർജ് ഇവിടെ BJPക്ക് വേണ്ടി മത്സരിക്കുകയാണ്. കഴിഞ്ഞ തവണ സ്വതന്ത്രനായി മത്സരിച്ചു.
ഇത്തവണ BJP-യിലാണ്. അദ്ദേഹം നടത്തുന്ന ഈ പ്രസ്താവനകൾക്കെതിരെയുള്ള താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? അദ്ദേഹം എല്ലാ കാലത്തും ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയവും അതുപോലെ വ്യക്തിഹത്യയും ഒക്കെ ആണല്ലോ അദ്ദേഹത്തിന്റെ ശൈലി. പൂഞ്ഞാറിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇതൊരു സാമുദായിക ഐക്യമുള്ളൊരു മണ്ഡലമാണ്. തീർച്ചയായും എല്ലാ സമുദായങ്ങളും ഒന്നിച്ചു പോകുന്ന, ക്രിസ്ത്യൻ സമുദായമാണെങ്കിലും മുസ്ലിം സമുദായമാണെങ്കിലും മറ്റുള്ള ഹിന്ദു ഈവ സമുദായങ്ങളെല്ലാം ഒരുമിച്ച് പോകുന്ന ഒരു മണ്ഡലമാണ്. അപ്പം ആ ഒരു ഇവിടെ നിന്നിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രസക്തി ഉണ്ടോ? ഒരു പ്രസക്തിയില്ല. പൂഞ്ഞാറ് മതസൗഹാർദ്ദത്തിന്റെ മണ്ണാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ മതസൗഹാർദ്ദത്തിന്റെ ഒരു ഈറ്റില്ലമായ എരുമേലി നിയോജകമണ്ഡലത്തിലാണ്. ഈരാറ്റുപേട്ടയാണെങ്കിലും നമുക്കറിയാം, അങ്കാളമ്മൻ കോവിലും നൈനാർ മസ്ജിദും അരുവിത്തറ പള്ളിയും എല്ലാം തൊട്ട് എത്രയോ കാലങ്ങളായി ഇവിടെ സ്ഥിതി ചെയ്യുക. എല്ലാ മതവിഭാഗവും സ്നേഹത്തോടെ കഴിയുന്ന നാടല്ലേ ഈരാറ്റുപേട്ട. അതുപോലെ തന്നെയല്ലേ പൂഞ്ഞാറും. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമം ആർക്കും ഭൂഷണമല്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രതിയോഗികളെക്കുറിച്ച് ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും അഴിമതി, വർഗീയത തുടങ്ങിയ ഒട്ടും ജനാധിപത്യത്തിൽ വച്ചുപറപ്പിക്കാൻ പാടില്ലാത്ത പ്രവർത്തനങ്ങളുടെ ആളുകളാണ് അവരൊക്കെ തന്നെ. അതിനൊക്കെ തെളിവുകളും ഉള്ളതാണ്. നിലവിൽ എങ്ങനെയാണ് പ്രചരണം പോകുന്നത്? ഇതുവരെ അവസാനിക്കാൻ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നല്ല നിലയിൽ പുരോഗമിക്കുന്നു. ഇപ്പൊ നിലവില് ഈ പേട്ടയില് വികസന മുരടിപ്പുണ്ടെന്ന് UDF ഇങ്ങനെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഈരാറ്റുപേട്ട ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും വലിയ വികസനം കണ്ട നാളുകളാണ് ഈ കഴിഞ്ഞ 5 വർഷം. ഇതിനോട് യാഥാർത്ഥ്യമാക്കിയത് മാത്രം 100 കോടി രൂപയ്ക്ക് മുകളിൽ വികസനം ഈരാറ്റുപേട്ടയിൽ വന്നിട്ടുണ്ട്. ഈരാറ്റുപേട്ട വാഗമൺ റോഡ് 1/4 നൂറ്റാണ്ടായിട്ട് എന്തായിരുന്നു സ്ഥിതി? അതുപോലെ ഈരാറ്റുപേട്ടയ്ക്ക് ഇപ്പോൾ മിനി സിവിൽ സ്റ്റേഷൻ ടെൻഡറായി പ്രവൃത്തി ആരംഭിക്കുന്ന ഘട്ടത്തിലെത്തിയില്ലേ? വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ അമൃത് കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം തുടങ്ങി പൈപ്പിടിയിലടക്കം ആരംഭിക്കുകയും ടാങ്ക് പണി അടക്കം ആരംഭിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലേ? അതുപോലെ റോഡുകളിൽ പഞ്ചായത്ത് നന്നായി. ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈരാറ്റുപേട്ട നഗരസഭയിൽ ഒറ്റ PWD റോഡ് തകരാറി കിടപ്പുണ്ടോ? എല്ലാ PWD റോഡും നന്നാക്കിയില്ലേ? അതുപോലെ തന്നെ പഞ്ചായത്ത് മുനിസിപ്പൽ റോഡ് യഥാർത്ഥ മുനിസിപ്പാലിറ്റി നന്നാക്കണം. എത്ര മുനിസിപ്പൽ റോഡുകൾക്കാണ് MLA ഫണ്ട് അനുവദിച്ചത്? ഞാനിപ്പോൾ എണ്ണി പറയാം. നടക്കൽ കൊട്ടാപ്പള്ളി റോഡ് 50 ലക്ഷം രൂപ അല്ലേ MLA ഫണ്ട് അനുവദിച്ചത്? നടക്കൽ ഈലക്കയം പമ്പ് ഹൗസ് റോഡ് MLA ഫണ്ട് 10 ലക്ഷം രൂപ അനുവദിച്ചത്. നടക്കൽ അറഫാനഗർ സഭാനഗർ 10 ലക്ഷം രൂപ അല്ലേ MLA ഫണ്ട് അനുവദിച്ചത്? നടക്കൽ നെല്ലിക്കച്ചാൽ വെള്ളിയപ്പള്ളി കണ്ടം ആദ്യം 10 ലക്ഷവും രണ്ടാമത് 25 ലക്ഷവും അല്ലേ അനുവദിച്ചത്? ഇത് ഞാൻ ആ നടക്കൽ ഭാഗത്തെ പറയുന്നത്. അവിടെ എല്ലാം UDF കൗൺസിലർമാരായിരുന്നു ആ കാലഘട്ടത്തിൽ. ഈ കാലഘട്ടത്തിലും അതുപോലെ ആസാദ് നഗർ മാതാക്കൽ റോഡ് വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധി ഉണ്ടായിരുന്ന സ്ഥലമല്ലേ? 50 ലക്ഷം രൂപ അവിടെ അനുവദിച്ചില്ലേ? പോലീസ് സ്റ്റേഷൻ വാക്കാവറമ്പ് റോഡ് എത്രയോ ഇനിയുമുണ്ട്. ഞാൻ എല്ലാം പറഞ്ഞു പോയ സമയമില്ലാത്തതുകൊണ്ട് പറയാത്ത ഇതെല്ലാം. അതായത് ഞാൻ അതിനകത്ത് ഒരു വിവേചനവും കാണിച്ചില്ല. LDF, UDF, SDPI, വെൽഫെയർ പാർട്ടി, ഇങ്ങനെ എല്ലാ പാർട്ടികളുടെയും ജനപ്രതിനിധികൾ പ്രതിനിധീകരിക്കുന്ന മേഖലകളിൽ വികസനം എത്തിച്ചിട്ടുണ്ട്. അതേസമയം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ചില വികസന അട്ടിമറി ശ്രമങ്ങൾ അവസാന കാലത്ത് കഴിഞ്ഞ മുനിസിപ്പൽ ഭരണസമിതിയുടെ ഭാഗത്തുണ്ടായിരുന്നത് ഈ ഭരണസമിതി വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. ഞാൻ 2 ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം. ഈരാറ്റുപേട്ട KSRTC ബസ് സ്റ്റാൻഡിൽ ഒരു ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചു. ആ സ്ഥാപിക്കുന്ന ഏജൻസിക്ക് അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കേണ്ടത് മുനിസിപ്പാലിറ്റിയാണ്. അനുമതി കൊടുക്കേണ്ടത്. അത് 1.5 മാസമാണ് അവർ വെച്ച് വൈകിച്ചത്. രേഖകൾ പരിശോധിച്ച് ആർക്കും എങ്ങനെയും അത് MLA ഫണ്ട് കൊണ്ടുള്ള ഹൈമാസ് ലൈറ്റ് സ്ഥാപിപ്പിക്കാതിരിക്കാൻ മുനിസിപ്പാലിറ്റി വലിയ ശ്രമം നടത്തി. അതിശക്തമായ സമ്മർദ്ദം ഇടപെടൽ നടത്തിയതിന് ശേഷം 1.5 മാസത്തിന്, ഒരു ദിവസം കൊണ്ട് ചെയ്യേണ്ട കാര്യം 1.5 മാസം വൈകിച്ചു. രണ്ടാമത് സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ നാട്ടരങ്ങ് എന്നൊരു പദ്ധതി ഞാൻ കൊണ്ടുവന്നതാണ്. പിന്നെ നമ്മുടെ മഞ്ചാടിത്തുരുത്തിൽ അത് നടത്തിക്കാതിരിക്കാൻ വേണ്ടി മുനിസിപ്പാലിറ്റി അതിൻ്റെ NOC നൽകാതെ പിടിച്ചു വെച്ചു. എന്നിട്ട് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ്റെ തലേ ദിവസമാണ് അയച്ചത്. നടക്കരുത് എന്നുള്ള ദുരുദ്ദേശത്തോട്. പക്ഷെ അടുത്തവണ ഞാൻ MLA ആകുമ്പോൾ അത് നടത്തും, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ അതും ഏതാണ്ട് 1 മാസത്തിലധികം പെൻഡിങ് വെച്ചു. അതുകൊണ്ട് ഈരാറ്റുപേട്ടയിലെ വികസനത്തിന് UDF-ആയിട്ടോ അല്ലെ NDA-യുമായിട്ടോ ഞാനൊരു പരസ്യ സംവാദത്തിന് തയ്യാറാണ്. ഇതിൽ കൂടിയ ഒരു വികസനം ഇതിനു മുമ്പ് നടന്നോ എന്നും ഏതെങ്കിലും വികസനത്തിൽ വിവേചനം ഉണ്ടോയെന്നും അതുപോലെ വികസനം അട്ടിമറിക്കാൻ ഇവർ നടത്തിയ ശ്രമങ്ങൾ രേഖകൾ വെച്ച് നമുക്ക് തെളിയിക്കാൻ കഴിയും. നാട്ടരങ്ങ് പദ്ധതി ആരംഭിക്കാൻ കഴിയുമായിരുന്ന പദ്ധതിയാണ്. 30 ലക്ഷം രൂപയുടെ ഓപ്പൺ സ്റ്റേജ്. ആ പദ്ധതി നടത്തിക്കാതിരിക്കാൻ
മുനിസിപ്പൽ ഭരണത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരുടെ ഭാഗത്തുനിന്ന് വലിയ ശ്രമമുണ്ട്. ഇതിന് ഹൈമാസിൽ സ്ഥാപിക്കുന്നതിനെതിരെയുമുണ്ട്. അങ്ങനെ ബോധപൂർവം രാഷ്ട്രീയ പ്രേരിതമായ വികസന വിരുദ്ധത നടത്തുകയും അതേസമയം കള്ളപ്രചാര വേല നടത്തുകയാണ് UDF ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ മുനിസിപ്പൽ ഭരണസമിതി വികസന കാര്യത്തിൽ രാഷ്ട്രീയം മാറ്റിവെച്ച് സഹകരിക്കാൻ തയ്യാറായിരുന്നു എന്നുള്ളത് എടുത്തു പറയുന്നത്. വികസന കാര്യത്തിൽ അതാണല്ലോ വേണ്ടത്. വികസനത്തിൽ രാഷ്ട്രീയം കലർത്താൻ പാടില്ല. ഞാൻ രാഷ്ട്രീയം ഇന്നലെ കലർത്തിയിട്ടില്ല, നാളെ ഇനി വികസനത്തിൽ രാഷ്ട്രീയം കലർത്തുകയുമില്ല. ഇവരിതൊക്കെ പറഞ്ഞാലും നാളെ ഞാൻ MLA ആയി വന്നാൽ വികസന കാര്യത്തിൽ എല്ലാവരെയും സഹകരിപ്പിച്ചു കൊണ്ടുപോകും. എല്ലാ വാർഡിലും വികസനം നടത്തുകയും ചെയ്യും. വിജയാശംസകൾ. താങ്ക് യു.